നീതിയെപ്പോലും പണവും സ്വാധീനവും കൊണ്ട് വാങ്ങിക്കളയുന്ന ഒരു സിസ്റ്റത്തിനു മുന്നിൽ നീതിദേവത തന്നെ കോടതിയിൽ ഇറങ്ങി വാദിച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് സൂര്യയെ നായകനാക്കി ആർ.ജെ. ബാലാജി ഒരുക്കിയ കറുപ്പ് പറയാൻ ശ്രമിക്കുന്ന പ്രധാന ആശയം. ഫാന്റസിയും കോർട്ട് റൂമും ഡ്രാമയും മാസ് എലമെന്റുകളും ഒക്കെ ചേർത്ത് ഒരുക്കിയ സിനിമയുടെ ട്രെയിലറും പ്രൊമോഷനും കണ്ടപ്പോൾ തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷയുടെ ഒരു ഭാഗം സിനിമ നിറവേറ്റുന്നുണ്ടെങ്കിലും മുഴുവനായി തൃപ്തിപ്പെടുത്താൻ സാധിക്കാതെ പോകുന്ന അനുഭവമാണ് ഒടുവിൽ നൽകുന്നത്. കോടതി പരിസരത്ത് ആരാധിക്കപ്പെടുന്ന കറുപ്പുസ്വാമി എന്ന ദൈവവും പണവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് ജഡ്ജിമാരെ വരെ സ്വന്തം നിയന്ത്രണത്തിൽ നിർത്തുന്ന ക്രൂരനും കപടബുദ്ധിയുമായ അഭിഭാഷകൻ ബേബി കണ്ണനും തമ്മിലുള്ള പോരാട്ടമാണ് സിനിമയുടെ അടിസ്ഥാനം. കൈക്കൂലി വാങ്ങാത്തവരില്ലാത്ത ഒരു കോടതി സംവിധാനത്തിൽ ദൈവത്തിന്റെ ശക്തികളൊന്നും ഉപയോഗിക്കാതെ നിയമപരമായി കേസ് ജയിക്കാമോ എന്ന വെല്ലുവിളി ഏറ്റെടുത്താണ് വേട്ടൈക്കറുപ്പൻ എന്ന കറുപ്പുസ്വാമി രംഗത്തിറങ്ങുന്നത്. കേരളത്തിൽ നിന്ന് മകളുടെ ചികിത്സയ്ക്കായി ചെന്നൈയിലെത്തുന്ന ഒരു സാധാരണ അച്ഛനും മകളും വഴിമധ്യേ വലിയ തട്ടിപ്പിനും അനീതിക്കും ഇരയാകുന്നു. പണമില്ല, സ്വാധീനമില്ല, സഹായിക്കാൻ ആളില്ല. അവസാന പ്രതീക്ഷയായി അവർ കോടതിയെ സമീപിക്കുമ്പോൾ അവിടെ കാത്തിരിക്കുന്നത് മറ്റൊരു ദുരിതലോകമാണ്. പോലീസും അധികാരികളും കൈവിടുന്ന ആ മനുഷ്യരുടെ വേദനയും അസഹായതയും സിനിമ ആദ്യ പകുതിയിൽ വളരെ നന്നായി അവതരിപ്പിക്കുന്നു. ദൈവം കൂടെയുണ്ടെങ്കിൽ തങ്ങൾക്ക് നീതി കിട്ടുമെന്ന അവരുടെ വിശ്വാസം തന്നെയാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്ദ്രൻസും അനഘയും അവതരിപ്പിച്ച അച്ഛൻ മകൾ കഥാപാത്രങ്ങളാണ് സിനിമയുടെ ഏറ്റവും വലിയ ശക്തി. പ്രത്യേകിച്ച് ഇന്ദ്രൻസിന്റെ പ്രകടനം പല രംഗങ്ങളിലും മനസ്സിൽ തൊടുന്ന തരത്തിലാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രവുമായി പ്രേക്ഷകർക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുന്നുണ്ട്. കോടതികളിലെ സാങ്കേതിക നൂലാമാലകൾ പറഞ്ഞ് സാധാരണക്കാരെ വലയ്ക്കുന്ന അഭിഭാഷകരുടെയും കേസിനു പിറകെ അലഞ്ഞ് നട്ടം തിരിയുന്ന പാവപ്പെട്ട മനുഷ്യരുടെയും അവസ്ഥ സിനിമ യാഥാർത്ഥ്യബോധത്തോടെ കാണിക്കുന്നു. ബേബി കണ്ണനായി ആർ.ജെ. ബാലാജിയും കറുപ്പുസ്വാമിയായി സൂര്യയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ സിനിമയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. സൂര്യയുടെ മാസ് എൻട്രിയും കറുപ്പുസ്വാമിയായുള്ള അവതരണവും തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് VFX ഉപയോഗിച്ചുള്ള ചില ഇൻട്രോ സീനുകളും മാസ് ഷോട്ടുകളും കാണാൻ ഗംഭീരമാണ്. G.K. വിഷ്ണുവിന്റെ ഫ്രെയിമുകളും സായി അഭ്യങ്കറിന്റെ BGMഉം സിനിമയ്ക്ക് വേറൊരു എനർജി നൽകുന്നു. ആദ്യ പകുതിയിൽ സിനിമ വളരെ ഗ്രിപ്പിംഗ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മാസും ഇമോഷനും സോഷ്യൽ കമന്ററിയും ഒരുപോലെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ സിനിമയുടെ നിയന്ത്രണം കൈവിട്ടു പോകുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. ആദ്യ പകുതിയിൽ രൂപപ്പെട്ട ഇമോഷണൽ കണക്ഷൻ പിന്നീട് മങ്ങിപ്പോകുന്നു. കഥയേക്കാൾ സൂര്യയുടെ മാസ് മൊമെന്റുകൾക്ക് പ്രാധാന്യം കൂടുമ്പോൾ സിനിമയുടെ ആത്മാവാണ് കുറയുന്നത്. ആദ്യത്തിൽ ശക്തമായി വില്ലനായി തോന്നിച്ച ആർ.ജെ. ബാലാജിയുടെ കഥാപാത്രവും അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ കുറച്ചൊക്കെ പ്രഹസനമായി മാറുന്നു. തിരക്കഥയിലെ പിരിമുറുക്കവും വേഗതയും പിന്നീട് പൂർണ്ണമായി കുറഞ്ഞു പോകുന്നു. മൂക്കുത്തി അമ്മൻ പോലുള്ള സിനിമകളിൽ സാമൂഹിക പ്രസക്തിയുള്ള ഫാന്റസി മികച്ച രീതിയിൽ പറഞ്ഞ ബാലാജി ഇവിടെ ആ ബാലൻസ് പൂർണ്ണമായി നിലനിർത്താൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. സൂര്യ തന്റെ കഥാപാത്രത്തിനായി എടുത്ത പരിശ്രമം വ്യക്തമായി കാണാം. വ്യത്യസ്ത ഗെറ്റപ്പുകളും സ്ക്രീൻ പ്രസൻസും ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്ന തരത്തിലാണ്. എന്നാൽ നായികയായി എത്തുന്ന തൃഷയ്ക്ക് സിനിമയിൽ കാര്യമായ സ്കോപ്പില്ല. അതുപോലെ സ്വാസിക, ശിവദ, നാട്ടി സുബ്രഹ്മണ്യം, മൻസൂർ അഖിലാൻ തുടങ്ങിയ മികച്ച താരങ്ങളും വളരെ പരിമിതമായി മാത്രമാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 150 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ ടെക്നിക്കലി മികച്ച അനുഭവമാണ് നൽകുന്നത്. ആർ. കലൈവനന്റെ എഡിറ്റിംഗും അരുൺ വഞ്ഞാറമൂടിന്റെ പ്രൊഡക്ഷൻ ഡിസൈനും സിനിമയുടെ സ്കെയിൽ ഉയർത്തുന്നുണ്ട്. പക്ഷേ ശക്തമായ ഒരു കഥയും സ്ഥിരതയുള്ള തിരക്കഥയും ഇല്ലാത്തത് സിനിമയെ അവസാനത്തിൽ പിന്നോട്ടടിപ്പിക്കുന്നു. സൂര്യ ആരാധകർക്ക് ആഘോഷിക്കാൻ നിരവധി മാസ് നിമിഷങ്ങൾ കറുപ്പ് നൽകുന്നുണ്ട്. എന്നാൽ മികച്ചൊരു കോർട്ട് റൂം ഡ്രാമയോ ആർ.ജെ. ബാലാജിയുടെ പതിവ് കൗണ്ടർ കോമഡികളോ പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് ചെറിയ നിരാശയുണ്ടാകാം. ആദ്യ പകുതി ഗംഭീരമായി ഒരുക്കിയ ശേഷം അവസാനത്തിലേക്ക് എത്തുമ്പോൾ സിനിമയ്ക്ക് സ്വന്തം ശക്തി നഷ്ടപ്പെടുന്നത് പോലെയാണ് തോന്നിയത്. കറുപ്പ് ഒരു മോശം സിനിമയല്ല, പക്ഷേ ഇതിലും മികച്ചൊരു അനുഭവമാകാമായിരുന്ന ഒരു സിനിമ തന്നെയാണ്.